ഹലോ, എല്ലാവർക്കും നെയ്ച്ചു മീറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ കോറമാൻഡൽ ഫിഷേഴ്സ് എന്നുള്ളൊരു പോയാണ് കേട്ടോ. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് സരോജിനി നായിഡു ആണ്. നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ചിട്ട് നോക്കാം. സരോജിനി നായിഡു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നൈറ്റിഗെയിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്ന ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ നൈറ്റിഗെയിൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചിരിക്കുന്നത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. പിന്നെ സരോജിനി നായിഡുവിൻ്റെ എന്തൊക്കെയുണ്ട്? ഒരു റൈറ്റർ അല്ലെങ്കിൽ റൈറ്ററിന് പുറമെ അവരെന്തൊക്കെയാണ്? ഒരു പൊളിറ്റീഷ്യനാണ്, പാട്രിയോട്ടിക്കാണ് ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്തായിരുന്നു? പ്രസിഡൻറ്റും ആയിരുന്നു ആര്? സരോജിനി നായിഡു. അപ്പോൾ ഇത്രയൊക്കെ ആണ് സരോജിനി നായിഡുവിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ പോയിറ്റിനെ കുറിച്ച് എഴുതേണ്ടി വരും. അപ്പം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമുക്ക് പോയിറ്റിലേക്ക് കിടക്കാം. കോറമാൻഡൽ ഫിഷേഴ്സ്. Rise, brothers, rise. We awakening skies pray to the morning light. The wind lies asleep in the arms of the dawn like a child that has cries all night. Come, let us gather our nets from the shore and set our catamans freeze to capture leaping wealth of the tides, for we are the king of the seas. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് വെച്ചാൽ എല്ലാവരോടും ഉണരാനാണ് പറയുന്നത്. സഹോദരങ്ങളെ ഉണരുക. നമുക്കെന്താണ്? സൂര്യദേവനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉണരാൻ വേണ്ടിയിട്ട് സൂര്യദേവനോട് പ്രാർത്ഥിക്കാം. രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്. പിന്നെന്താണ്? രാത്രി മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ പോലെയാണ്. പുലർച്ചെയാകുമ്പോൾ പുലരിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. രാത്രി മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പുലർച്ചെയാകുമ്പോൾ അത് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ വലകൾ ശേഖരിച്ചിട്ട് ബോട്ടുകളിലൂടെ നമുക്ക് കടലിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പോയാൽ നമുക്ക് എന്ത് കിട്ടും? കടലിലെ ധനം ശേഖരിക്കാം എന്നാണ് പറയുന്നത്. കടലിലെ ധനം എന്താണ്? ഫിഷസാണ്. അപ്പോൾ ആ ഫിഷസ് നമുക്ക് കളക്ട് ചെയ്തിട്ട് തിരിച്ച് വരാം. നമ്മളാരാണ്? നമ്മൾ കടലിലെ രാജാക്കന്മാരാണെന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻസിൽ എല്ലാവരോടും ഉണരാനാണ് പറയുന്നത്. ഉണർന്നിട്ട് നമ്മുടെ ജോലിക്ക് നമുക്ക് പോവാം എന്നാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്? നോ ലോങ്ങർ ഡിലേ ലെറ്റ് us hasten away in the track of the sea gulls call the sea is our mother, the cloud is our brother, the waves are our comrades all, that thought we toss at the fall of the sun where the hand of the sea god drives, he who holds the storm by the hair will hide in the breast our ലീവ്സ്. അപ്പം രണ്ടാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? നമ്മൾ ഒട്ടും താമസിക്കേണ്ട, വേഗം തന്നെ നമുക്ക് കടലിലേക്ക് പോവാം. നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്? സീഗൾസ് എന്ന് വെച്ചാൽ കടൽക്കാക്ക. ആ കടൽക്കാക്കയുടെ സൗണ്ട് കേൾക്കുന്ന ആ ഒരു വഴി അതിനെ നമുക്ക് ഫോളോ ചെയ്തിട്ട് വേണം പോവാൻ. അതിന് റീസൺ എന്താണ്? കടൽക്കാക്കയ്ക്ക് അറിയാം എവിടെയാണ് ഈ ഒരു ഫിഷസ് കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു ഫിഷസിനെ ചുറ്റിയിരുന്നിട്ടാണ് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കടൽക്കാക്കേനെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പോവാം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കടലിനെ നമ്മുടെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. തിരമാലകൾ നമ്മളാരാണ്? തിരമാലകൾ നമ്മുടെ കൂട്ടുകാരാണ്. പിന്നെ നമ്മളെ കടലിലേക്ക് നയിക്കുന്നത്, നമ്മളൊരു ആപത്തും കൂടാതെ കടലിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? കടൽ ദേവതകളാണ് കേട്ടോ. അവരുടെ കൈകളിൽ നമ്മൾ അത്രയും സുരക്ഷിതരാണ്. പിന്നെ ആ കൈയിൽ കൊടുങ്കാറ്റിനെ അതിൻ്റെ തലമുടിയിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. അതായത് നമ്മുടെ പാത്ത് അവർ ക്ലിയർ ചെയ്യുകയാണ്. നമ്മളൊരു അപകടവും ഇല്ലാതെ അത്രയും സുരക്ഷിതരായിട്ട് അവർ കാത്തു കൊള്ളുന്നതാണ് ഇവർ പറയുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് അതിൽ എന്താ പറയുന്നത്? സ്വീറ്റ് ഈസ് ദ ഷെയ്ഡ് ഓഫ് ദ കോക്കനട്ട് ഗ്ലേഡ് ആൻഡ് ദ സ്കിൻ ഓഫ് ദ മാംഗോ ഗ്രോസ് ആൻഡ് സ്വീറ്റ് ആർ ദ സാൻഡ് അറ്റ് ദ ഫുൾ ഓഫ് the moon with the sound of the voice we love, but sweeter, oh brother, the kisses of the spray and the dance of the wild forms glee. Row brothers, row the edge of the edge where the low sky meets with the sea. ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? തെങ്ങുംതോപ്പിലെ നിഴൽ വളരെ നല്ലതാണ്. പിന്നെ മാന്തോപ്പിൽ
നല്ല സ്വീറ്റായിട്ടുള്ള സ്മെല്ലുണ്ട്. അതൊക്കെ നമ്മളെന്താക്കുക, നല്ല ആസ്വദിക്കാൻ പറ്റുന്ന അത്രയും സ്വീറ്റായിട്ടുള്ള സ്മെല്ലുണ്ട്. പിന്നെ എന്താണ്, പൂർണ്ണചന്ദ്രൻ എന്താണ് ഉദിച്ച് നിൽക്കുന്ന സമയത്ത് കടലിലെ പൂഴിമണ്ണൊക്കെ എന്താണ് കാണാൻ അത്രയും ഭംഗിയാണ്. അത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പൂഴി കാണാൻ എന്താണ് അത്രയും ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റും എന്താണ്, നമുക്ക് കടലിന് ചുറ്റും എന്താണ് ഒരുപാട് നല്ല നല്ല സൗണ്ടുകൾ എന്താക്കാൻ പറ്റും, നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം ഇതിനേക്കാൾ ഏറ്റവും എന്താണ് മനോഹരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത അത് നമ്മളെന്താക്കുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. പത എന്താണ്, ചുംബിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നൊരകൾ എന്താകുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്. പത നമ്മളെ ചുംബിക്കുകയും നൊരകൾ എന്താക്കുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പറയുന്നുണ്ട്, സഹോദരങ്ങളെ നമുക്ക് എന്താക്കാം, വേഗം അങ്ങോട്ട് എന്താക്കാം, ചക്രവാളത്തിന് നേരെ ഉന്നം വെച്ചിട്ട് തുഴഞ്ഞു പോവാം. അവിടെയാണ് താഴെയുള്ള ആകാശം സമുദ്രമായി ക്ഷയിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, എല്ലാവരെയും വിളിച്ചിട്ട് എന്താണ് അവരെ വർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം പോകുന്ന വഴിക്ക് എന്താണ്, ദേവതകന്മാരൊക്കെ നമ്മളെ വഴി എന്താക്കും, പാത്തൊക്കെ നല്ല സ്മൂത്താക്കി തരും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഒരു ദേവതന്മാരാണ്. പിന്നെ പത നമ്മളെ ചുംബിക്കുകയും പിന്നെ നൊര നമുക്ക് എന്താണ് ഡാൻസ് ചെയ്ത് തരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു പോയം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ, ഈ ഒരു പോയം എങ്ങനെയാണ് ഫ്രീഡായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോയം എഴുതുന്നത് നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന ആ ഒരു സമയത്ത് എഴുതിയൊരു പോയമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ അത് കടലിൽ പോകാമെന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയൊരു റിസ്ക് ആയിട്ടുള്ളൊരു ജോബാണെന്ത്, കടലിൽ പോയി മീൻ പിടിച്ച് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പം അതിനത്രയും എന്ത് വേണം, ധൈര്യം വേണം. അപ്പം ആ ഒരു ധൈര്യം നമ്മൾ എന്ത് കാണിക്കണം, നമ്മൾ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കണം. ബ്രിട്ടീഷുകാരെ എടുത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രീഡം എന്താക്കണം, നമ്മൾ നേടിയെടുക്കണം. അതിന് നമ്മൾ എന്ത് കാണിക്കണം, ധൈര്യം കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒത്തുചേർന്ന് എല്ലാവരെയും വിളിച്ച് എല്ലാ എന്താണ് യങ്സ്റ്റേഴ്സിനെയും പ്രായമുള്ള ആൾക്കാരെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്താക്കണം, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കണം. അതിന് നമുക്ക് എന്താ വേണം, ധൈര്യം വേണം. അതിനെല്ലാവരെയും എന്താണ് അണിചേർക്കാനാണ് ഈ ഒരു പോയം കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു പോയം പറയുന്നത് എന്താണ്, എല്ലാവരും എന്താക്കുക, അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതിനെല്ലാവരെയും വിളിച്ചു ചേർക്കുകയാണ്. അപ്പം അതാണ് ഈ ഒരു പോയമായിട്ട് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡത്തിനായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത് കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന കേസ് മാത്രമാണ്. പക്ഷേ അത് എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് അല്ലെ ഫ്രീഡമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലായല്ലോ. ബ്രിട്ടീഷുകാരിവിടെ വന്ന സമയത്ത് അവിടെ കഴിയുന്നത് നമ്മളെന്താക്കുക, നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു പോയം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ എന്താക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് ഇഷ്ടമായില്ലെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.